ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജേർണി വിത്ത് വിസ്മു. അപ്പോൾ ഇന്നും നമ്മളൊരു സ്റ്റഡി വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് വെച്ചാൽ സോഷ്യൽ സയൻസും മാത്സുമാണ്. ആദ്യം ഞാനൊരു സ്റ്റഡി ടിപ്സിൻ്റെ സമയത്ത് കൂടുതൽ ആൾക്കാരും ചോദിച്ചു സോഷ്യലൊക്കെ പഠിക്കുന്നതിടോ എന്നായിരുന്നു. അപ്പോൾ ഞാൻ 4th ചാപ്റ്ററിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കറണ്ടായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് 4th ചാപ്റ്ററാണ് സാറ്. പിന്നെ ഈ 4th ചാപ്റ്ററിൽ ഈ കാണിക്കുന്ന പേപ്പർ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സെമിനാറുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് സോഷ്യൽ പഠിപ്പിക്കുന്ന സാറാണ്. അപ്പോഴത്തേക്ക് സാറ് ഞങ്ങളിങ്ങനെ 5 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ 5th ഗ്രൂപ്പിലാണ് ഞാൻ, 5th ഗ്രൂപ്പ് ലീഡറാണ് ഞാൻ. അപ്പോൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ചാപ്റ്ററിൽ ഓരോ പോർഷൻസ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് തന്നിട്ട് സെമിനാർ എടുക്കാൻ വേണ്ടി പറയും. ആദ്യത്തെ ചാപ്റ്ററൊക്കെ മൈൻഡ് മാപ്പിംഗ് എന്നുള്ള രീതിയായിരുന്നു. പിന്നെ അത് പാനൽ ഡിസ്കഷൻ അങ്ങനത്തെ രീതിയിലൊക്കെ ആയിരുന്നു. അപ്പോൾ സെമിനാറൊക്കെ എടുക്കാൻ സമയത്ത് നമ്മളത് കുറച്ചും കൂടി നന്നായിട്ട് പഠിക്കും. നമ്മൾ പഠിക്കുന്ന കാര്യം നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാക്കുക. ആ സെമിനാറിന് വേണ്ടി എഴുതി വെച്ചിരിക്കുന്നതാണ് അതൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ പഠിക്കാൻ പോകുന്നത് 4th ചാപ്റ്ററാണ്. ഞാൻ പഠിക്കുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സോഷ്യലൊക്കെ ആണെങ്കിൽ നമുക്ക് പൊതുവെ ഇത്തിരി ടഫായിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ സോഷ്യൽ പോലത്തെ ഇത്തിരി ടഫായിട്ടുള്ള സബ്ജക്റ്റൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ സ്റ്റിക്കി നോട്ടിൽ അങ്ങനെ എന്തെങ്കിലും കുഞ്ഞു പേപ്പറിൽ ഷോർട്ട് നോട്ടൊക്കെ എഴുതി വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷൻ്റെ ചാപ്റ്റർ ഉണ്ടല്ലോ, 2nd ചാപ്റ്റർ, ആ ചാപ്റ്റർ അത്യാവശ്യം നല്ല വലിയ ചാപ്റ്ററാണ്. അത് പഠിപ്പിച്ചു തുടങ്ങിയപ്പോൾ ഒന്നും മനസ്സിലായില്ല. പക്ഷേ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സ്റ്റിക്കി നോട്ടിലൊക്കെ നോട്ട്സൊക്കെ എഴുതി വെച്ച സമയത്ത് പെട്ടെന്ന് മനസ്സിലാവും. ആ ടോപ്പിക്ക് നമുക്ക് സിമ്പിളായിട്ടുള്ള വേർഡ്സിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ ആ പോയിൻറ്റ്സ് പെട്ടെന്ന് വായിക്കുമ്പോഴത്തേക്കും ആദ്യം കണ്ണിൽ പതിയണം അതായിരിക്കുമല്ലോ പേജ് തുറക്കുമ്പോൾ തന്നെ. അപ്പോഴത്തേക്ക് അത് കണ്ണിൽ പതിയുമ്പോഴത്തേക്കും നമുക്ക് ആ പോയിൻറ്റ്സ് കുഞ്ഞായിട്ട് എഴുതുമ്പോൾ അത് മനസ്സിലാക്കും. പിന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള സെൻറ്റൻസ് ആയിട്ട് അങ്ങനെ വലുതാക്കി എഴുതിയാൽ മതിയല്ലോ. അങ്ങനെയാണ് ഇതുപോലെ ഷോർട്ട് നോട്ടായിട്ട് ഉണ്ടാക്കിയാണ് പഠിക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ ഇതുപോലെ നടന്ന് വായിച്ച് പഠിക്കുമ്പോൾ തലയിൽ കയറും. അടുത്തതായിട്ട് മാത്സ് ആണ്. മാത്സിലിപ്പം നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ട്രിഗ്നോമെട്രി ആയിരിക്കുമല്ലോ എല്ലാ സ്കൂളിൽ. ഇപ്പോൾ ആ ചാപ്റ്റർ ആയിരിക്കും. നമുക്ക് തീർന്നിട്ടില്ല ചാപ്റ്റർ തീരാൻ. ഹൈറ്റ് എലവേഷൻ അവിടേക്ക് എത്തി. നമുക്കിനി 1-2 ക്വസ്റ്റ്യനും കൂടി എന്തുകൊണ്ട് അപ്പോഴത്തേക്കും ചാപ്റ്റർ തീരും. അപ്പോൾ ഞാൻ SLC ക്വസ്റ്റ്യൻ ബാങ്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിലെ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് പഠിപ്പിച്ച് തരും, ഒന്ന് ചെയ്ത് പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ആൻസറൊക്കെ വെറുതെ ഒന്ന് നോക്കിയിട്ട് അടുത്ത ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് നോക്കുകയാണ്. പിന്നെ ഞാൻ ഏതെങ്കിലും യൂട്യൂബിൽ നമ്മുടെ ഈ ഫ്രീ ക്ലാസ്സിലേക്ക് സൈലം പോലെ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ സൈലമാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നതെന്നല്ല, ഇപ്പോഴും കാണാറൊക്കെ ഉണ്ട്. പക്ഷേ 10 തുടങ്ങിയതിന് ശേഷം അങ്ങനെ ഒരുപാടൊന്നും കണ്ടില്ല. കാര്യം സമയമൊന്നും ഇല്ല, ട്യൂഷനും കൂടിയൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ എനിക്ക് ഓൺലൈനായിട്ട് മാത്സ് ക്ലാസ് ട്യൂഷൻ ഉള്ളത് കൊണ്ട് തന്നെ കാണാനൊന്നും സമയം കിട്ടാറില്ല. എല്ലാം പഠിച്ച് കഴിഞ്ഞിട്ട് ചില സ്ഥലത്തൊക്കെ ടോപ്പിക്കുകളിൽ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന ക്ലാസ്സസ് എടുത്ത് കാണുക. എല്ലാവർക്കും എല്ലാം ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാവണമെന്നില്ല. നമുക്ക് ഏത് കാണുമ്പോഴാണോ മനസ്സിലാവുന്നത് അത് കണ്ട് പഠിക്കുക. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു.